പത്തനംതിട്ടയിൽ പ്രൊഫഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച എൻറിച്ച് പത്തനംതിട്ട വികസന സെമിനാർ ശ്രദ്ധേയമായി. പ്രൊഫഷണൽ കോൺഗ്രസ് പത്തനംതിട്ട ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സെമിനാർ ഡോക്ടർ ശശി തരൂർ MP ഉദ്ഘാടനം ചെയ്തു. എൻ്റെ കോൺസെപ്റ്റ് നോട്ടുകൾ അതിനെ സ്ഥാപിച്ച ശേഷം 6 വർഷം അതിനെ നയിച്ച ശേഷം എനിക്ക് പ്രൊഫഷണൽസ് കോൺഗ്രസ് ഒരു സ്ഥാപനത്തിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ്. അതിൻ്റെ ഒരു കാരണം ക്യാപ്റ്റൻ ആനന്ദ് മോഹൻ രാജിനെ പോലെയുള്ള വ്യക്തികൾ നമ്മൾക്ക് ഈ സ്ഥാപനത്തിൽ ഉണ്ടെന്ന് കണ്ടിട്ടാണ്. ജില്ലയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണം കൂടുതലാണെന്നും അവർ തിരികെ വരാൻ ആഗ്രഹിക്കാത്തത് പത്തനംതിട്ട നേരിടുന്ന പ്രധാന പ്രശ്നമാണെന്നും ശശി തരൂർ പറഞ്ഞു. ജില്ലയിൽ തൊഴിലവസരങ്ങൾ കുറവാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്താണ് ചിന്തിക്കേണ്ടത് എന്നതിന് പകരം വിദ്യാർത്ഥികളെ എങ്ങനെ ചിന്തിക്കണം എന്ന് പഠിപ്പിക്കണമെന്നും ശശി തരൂർ പറഞ്ഞു. ചാപ്റ്റർ പ്രസിഡന്റ് ആനന്ദ് P. മോഹൻരാജ് അധ്യക്ഷത വഹിച്ചു. ആന്റണി MP, DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ, KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു, ആഷ്ന സുൽത്താന, ജോർജ് ഡിലൈറ്റ് എന്നിവർ പ്രസംഗിച്ചു. മൂലധനം മുടക്കാനുള്ള കോൺഫിഡൻസിന്റെ അഭാവം അതാണ് പത്തനംതിട്ടയെ ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും മറ്റ് മേഖലകളെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇവിടെ ഏറ്റവും കൂടുതൽ ബാങ്ക് ഡിപ്പോസിറ്റ് ഉള്ള ഒരു ജില്ലയാണ്. ഈ സാമ്പത്തിക വർഷം 55,000 കോടി രൂപ ബാങ്കുകളിൽ ഡിപ്പോസിറ്റായി ഇവിടെ വന്നിട്ടുണ്ട്. ഏറ്റവും കുറച്ച് ബാങ്കുകൾ വായ്പ കൊടുക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ ചോദ്യത്തിന് ശശി തരൂർ MP മറുപടി നൽകി. വിദ്യാർത്ഥികൾ, കോളേജ് യൂണിയൻ ഭാരവാഹികൾ, അധ്യാപകർ, അഭിഭാഷകർ, വിവിധ പ്രൊഫഷണൽ കോളേജ് പ്രതിനിധികൾ എന്നിവരുമായാണ് ശശി തരൂർ സംവദിച്ചത്. എൻ്റെ ബാച്ചിൽ തന്നെ നോക്കുവാണെങ്കിൽ around 60% of students are doing their PhD outside of India. So I think for most of them അവരുടെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റുഡൻസ് ചെയ്യുന്ന വർക്ക് ലോഡിനും സ്ട്രെസ് ഹാൻഡ്ലിങ്ങിനും വേണ്ടുന്ന ഒരു ഫണ്ടിങ് അവർക്ക് ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ സയൻറ്റിഫിക് ഡിപ്പാർട്ട്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇപ്പം ഒരു ചെറിയ ഹൈക്ക് വന്നിട്ടുണ്ട് അവർക്ക് കിട്ടുന്ന ഫെലോഷിപ്പിൽ. എന്നിരുന്നെങ്കിലും തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ഫണ്ടിങ്ങിനോട് ഒരു കാരണം എന്തായാലും ഇവര് നല്ലപോലെ അറിയാം. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവർ ചെയ്തായിരുന്നു. അതാണ് അവരുടെ വലിയൊരു ആഗ്രഹം. പക്ഷേ ഇത് എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ട് വരേണ്ടത്? സാധാരണ ഞാൻ പാർലമെന്റിൽ പറഞ്ഞൊരു കാര്യം കൂടിയാണ്. ഈ ഹൈക്ക് സാധാരണ എല്ലാ 5 വർഷവും മിനിമം വരണം. അതും കൂടി പിന്നെ ചില രാജ്യങ്ങളിൽ 2 വർഷം അവർ ഹൈക്ക് ചെയ്യും. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ പ്രാക്ടീസ് ആകുന്ന എല്ലാ 5 വർഷവും ഈ ഫെലോഷിപ്പ് റിവൈസ് ചെയ്യും. ഈ ഫെലോഷിപ്പ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ 20 വർഷമായി റിവൈസ് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഫെലോഷിപ്പ് 20 വർഷം മുമ്പ് നിങ്ങളുടെ ഒരു കേരളത്തിലെ പരമ്പരാഗത പഠനരീതി മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എത്തുന്ന വിദ്യാർത്ഥികളുടെ നിലവാരവും ജില്ലയിലെ സാഹചര്യങ്ങളും സെമിനാറിൽ ചർച്ചയായി. സംവാദത്തിൽ നിന്ന് ക്രോഡീകരിച്ച നിർദ്ദേശങ്ങൾ റിപ്പോർട്ടാക്കി ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകുമെന്ന് പ്രൊഫഷണൽ കോൺഗ്രസ് ചാപ്റ്റർ പ്രസിഡന്റ് ആനന്ദ് P. മോഹൻരാജ് പറഞ്ഞു. റിങ്കു ചെറിയാൻ, അനീഷ് വരിക്കണ്ണാമല, അഡ്വക്കേറ്റ് VC സാബു, വിജയ് ഇന്ദുചൂടൻ, അലൻ ജിയോ മൈക്കിൾ, നിബു ജോർജ്, രാജേഷ് R. നായർ, റോയ്സ് മല്ലശ്ശേരി, അഡ്വക്കേറ്റ് മാത്യൂസ് എബ്രഹാം, ആബേൽ ഫിലിപ്സ് എന്നിവരും സംവാദത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Mount Zion Medical College Hospital, Adur, Pathanamthitta.